ആസിഫ് അലി ഇൻ ആഭ്യന്തര കുറ്റവാളി. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സേതുനാഥ് പത്മകുമാർ. ഞാൻ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു സബ്ജക്റ്റിനോട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നി സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കാണാൻ പറ്റുമെന്ന്. കാരണം ഒട്ടും ബുക്കിംഗ് ഇല്ലായിരുന്നു. അവിടെ ചെല്ലുമ്പം എം ടി ആയിട്ടുള്ള ഹോള് മാത്രം പ്രതീക്ഷയാണ് ഞാൻ പോയത്. പക്ഷെ ഒരു 10-15 പേരൊക്കെ ഉണ്ടായതുകൊണ്ട് സിനിമ കാണാൻ പറ്റി. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിനകത്തിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കത്തില്ലേ, പല ന്യൂസിലും കാര്യങ്ങളും ഒക്കെ കാണുമ്പം എപ്പോഴും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ലേഡീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്നൊരു 1000 തവണ പറയുമ്പോഴും എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഡൗൺ ആയി പോകുന്നുണ്ട് പുരുഷ സമൂഹം. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കാണിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. വളരെ പ്രാധാന്യം അറിയിക്കുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അവരെന്താണോ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലീൻ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ആസിഫ് അലി സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് മലയാളത്തിൽ ഇത്രയും വെൽ ആയിട്ട് ചെയ്യുന്ന ഒരു നടൻ വേറെ ഇല്ലെന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് നീറ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ കരച്ചിൽ വന്നു പുള്ളിക്കാരന്റെ പെർഫോമൻസ് കണ്ടിട്ട്. അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും ടോട്ടലി ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെറിയൊരു പോരായ്മകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സബ്ജക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും. ഇത് എവിടെ അവസാനിക്കും, എങ്ങോട്ട് പോകും, എങ്ങോട്ട് മൂവ് ചെയ്ത് പോകും എന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നിക്കും. അതാണ് സിനിമയെ കണ്ടിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആക്ച്വലി സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ ഇതിനകത്തിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി അടുത്തിടെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ. OTT ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല രീതിക്കൊരു പ്രശംസ കിട്ടാൻ പറ്റിയ ഒരു റോളാണ് പുള്ളി ഇതിനകത്തിൽ ചെയ്തേക്കുന്നത്. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് മെയിനായിട്ടും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് തോന്നി എനിക്ക്. കാരണം അത്രയ്ക്ക് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കുറച്ചുകൂടെ ഒരു വേരിയേഷൻസ് വരുത്തുന്ന രീതിയിലുള്ള ഡയലോഗ്സ്, കുറച്ചുകൂടെ തീ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു തീ കിട്ടുന്ന ഒരു സംഭവം ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയില്ല. പക്ഷെ സിനിമ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ വലിയൊരു കോർ എലമെന്റ് ഒന്നും ഇല്ല ഈ സിനിമയിൽ. 1-2 ഉള്ളൂ. അതും പക്ക നീറ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഈ സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടത്തില്ല. അത് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു നിരാശയുണ്ട്. ആസിഫ് അലി ആസ് യൂഷ്വൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി പുള്ളിക്കാരൻ്റെ കുറെ കൂടെ സീൻസ് വേണമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിനോട് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റ് വന്നേനെ എന്ന് എനിക്ക് തോന്നി. നമ്മൾ എപ്പോഴും ഈ കോമഡി അല്ലെങ്കിൽ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒന്ന് മാറി ചിന്തിച്ചാലോ എന്ന് ആഗ്രഹിക്കത്തില്ലേ? ഒരു സീരിയസ് സിനിമ കാണാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയത്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഒരു സാധാരണക്കാരന്റെ ലൈഫ്, മാരേജിന് ശേഷം ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ്, അതിൽ നിന്നൊക്കെ ഒരു ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു സീരിയസ് എലമെന്റിനെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ സബ്ജക്റ്റ് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ഈ ഒരു മേക്കിങ്ങിൽ കിട്ടിയോ എന്ന് മാത്രമേ എനിക്കൊരു പോരായ്മയുള്ളൂ. കാരണം കുറച്ചുകൂടെ ഒന്ന് അർഹിക്കുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. അറ്റ്ലാസ്റ്റ് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പം എനിക്കൊരു വൗ ഫാക്ടർ കിട്ടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് ആയിട്ടുള്ള എലമെന്റിന്റെ ഒരു കുറവ് എനിക്ക് പലപ്പോഴും തോന്നി.